രാഷ്ട്രീയ നിരീക്ഷകൻ ടി.ജി. മോഹൻദാസിനെതിരെ പരാതി നൽകിയത് SDPI അനുഭാവി. പരാതി നൽകിയത് SDPI അനുകൂല സംഘടനയായ യങ് ഡെമോക്രാറ്റ്സ് ഓർഗനൈസിംഗ് അംഗം N. അബ്ദുൽ ഖാസിമാണ്. വിവരങ്ങളുമായി വി. വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, ഈ കേസിന്റെ വഴി തെളിയുന്നു അല്ലേ? തീർച്ചയായിട്ടും കേസിന്റെ വഴി കൃത്യമായി തന്നെ തെളിഞ്ഞു വരികയാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു അറസ്റ്റ്, ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് സർക്കാരിന്റെ പ്രീണന നയം എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ടി.ജി. മോഹൻദാസിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് അബ്ദുൽ ഹാസിം N എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. SDPIയുടെ പ്രവർത്തകനും SDPI അനുഭാവ സംഘടനയായ ഓർഗനൈസിംഗ് അതിൻ്റെ ആ സംഘടനയുടെ തുടക്കക്കാരൻ. കഴിഞ്ഞ 6 മാസം മുമ്പ് SDPI ആരംഭിച്ച യങ് ഡെമോക്രാറ്റിക് എന്ന സംഘടനയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ് ഈ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാസിം N എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തതും ടിജിക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോയതും. ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് SDPIയോടുള്ള സർക്കാരിൻ്റെ വിധേയത്വം തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, പല ഘട്ടങ്ങളിലും നിരവധി വിദ്വേഷ പ്രചരണങ്ങൾ അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ നേതാക്കൾക്കെതിരെ പല ഘട്ടങ്ങളിലും വിവിധ സംഘടനകളിൽപ്പെടുന്ന ആളുകൾ പരാതികൾ നൽകിയിട്ടും ആ പരാതിയുമായി മുന്നോട്ട് പോകാത്ത സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റിലേക്ക് വഴിവെച്ച ആ വഴികൾ തന്നെ തെളിഞ്ഞു വരുന്നുണ്ട്. ആ വഴി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് SDPI പ്രവർത്തകനായ അബ്ദുൽ ഹാസിം N എന്ന് പറയുന്ന വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തതും പരാതിയുടെയുമായി മുന്നോട്ട് പോയതും. ഇതിലൂടെ UDF സർക്കാരിൻ്റെ പ്രീണന രാഷ്ട്രീയം തന്നെയാണ് പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ടി.ജിയുടെ കേസുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വിധി കോടതി അല്പസമയത്തിനകം പറയും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൃത്യം 4:50 കോടതി ഇത്തരത്തിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സംബന്ധിച്ചുള്ള കോടതിയുടെ വിധി കൃത്യമായി തന്നെ പറയും. ഒപ്പം എടുത്തു പറയേണ്ടത്, ടി.ജി. മോഹൻദാസ് കോടതിയിൽ പോലീസുകാർ തങ്ങളെ ഉപദ്രവിച്ചോ എന്ന ചോദ്യത്തിന് കൃത്യമായി തന്നെ അദ്ദേഹം മറുപടി നൽകി. തന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്ന കൃത്യമായ മറുപടി തന്നെയായിരുന്നു ടി.ജി. നൽകിയത്. ഒപ്പം പ്രത്യേകിച്ച് വാദിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഒരു പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ടി.ജിയെ റിമാൻഡ് ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ആ മുന്നോട്ട് വയ്ക്കുന്നതിന് പിന്നിൽ ടി.ജി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അത്തരത്തിലുള്ള ഒരു വാദം കോടതിയിൽ ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും കോടതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4:50 തന്നെ കേസ് വീണ്ടും വിളിക്കുകയും 5 മണിയോടുകൂടി കൃത്യമായി തന്നെ ഈ ഒരു ജഡ്ജ്മെൻറ്റ് ടി.ജിക്ക് ജാമ്യം ലഭിക്കുമോ എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും. എന്തായിരുന്നാലും കോടതി ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിന്ന വാദം, അല്ലെങ്കിൽ 15 മുതൽ 20 മിനിറ്റ് വരെ കോടതിയിൽ ഈ വാദം നീണ്ടു നിൽക്കുന്ന സാഹചര്യമായിരുന്നു ടി.ജി. മോഹൻദാസിനെതിരെ പരാതി നൽകിയത് SDPI നേതാവ് എന്ന് തെളിയുന്നു.